ഹലോ ട്രേഡേഴ്സ്, നമുക്ക് നാളേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങൾ നോക്കാം, ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ള കാര്യം. അതിന് മുൻപ് നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു 17th 18th ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനായിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല, വലിയ വോളിയംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അത് കൺസിഡർ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഉണ്ടായിരുന്ന 17th മാർക്കറ്റ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് 22,429 എന്ന് പറയുന്ന ഏരിയ. നമുക്ക് നോക്കിയാൽ കാണാം 17th മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന എക്സാക്റ്റ് ആ ലൊക്കേഷനിലാണ്. 22,429 എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റ് ലൊക്കേറ്റ് ഇറങ്ങിയിരിക്കുന്നത്. സോ ആ ഒരു ഏരിയക്കകത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. നമ്മൾ തൊട്ട് താഴെ വെച്ച് ചെയ്യുന്ന 22,366 തൊട്ട് താഴെയുള്ള സപ്പോർട്ടായിട്ടുള്ള ഈ ഏരിയക്കകത്താണ് പിന്നീട് ഒരു 1/4 മണിക്കൂറോളം മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ദെൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി. മാർക്കറ്റ് മുകളിലേക്ക് കയറിയതിന് ശേഷം പിന്നീടൊരു ബുള്ളിഷ് രീതിയിലാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. മുകളിലേക്ക് കയറി ദെൻ ഒന്ന് റീടെസ്റ്റ് എടുത്തു. താഴെ റീടെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലെവലായിട്ടുള്ള 22,429 ആയിട്ടുള്ള ആ ലെവലിൽ കയറി വീണ്ടും അവിടെ നിന്ന് റീടെസ്റ്റ് എടുത്തു. നോക്കിയാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കാണാം. വീണ്ടും അവിടെ നിന്ന് റീടെസ്റ്റ് വന്നിരിക്കുന്ന സംഭവം നമുക്കിവിടെ എക്സാക്റ്റ് ആയിട്ട് കാണാം. ഇവിടെ കയറിയതിന് ശേഷം വീണ്ടും എക്സാക്റ്റ് ഒരു പുൾ ബാർ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. സോ നമുക്കതൊരു ബൈക്കുള്ള എൻട്രി ആയിരുന്നു, ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി കോള് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തായാലും മിനിമം ഒരു 55.50 ഇതിനകത്ത് പ്രീമിയത്തിനകത്ത് നമുക്ക് എന്തായാലും 25 to 30 പോയിന്റ് എന്തായാലും കവർ ചെയ്യായിരുന്നു. ആ രീതിയിൽ 1-2 സംഭവങ്ങൾ, ഒരു എൻട്രിക്കുള്ള ചാൻസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെ നമുക്കൊരു എൻട്രിക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ആ രീതിയിലൊക്കെയാണ് നിഫ്റ്റിക്കകത്ത് നമുക്ക് നോക്കിയത്. ബാങ്ക് നിഫ്റ്റി അത് കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ട്രേഡിംഗ് സെക്ഷൻ നമുക്ക് കാണാം. ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ഉണ്ടായത്. സോ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ താഴേക്ക് തന്നെ വന്നിരുന്നത്. എന്നാൽ ഒരു വലിയ വോളിയം കാര്യങ്ങളൊന്നും അന്നത്തെ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സാധാരണ രീതിയിലുണ്ടാകുന്ന വോളിയത്തിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. സോ ആ രീതിയിലാണ് നിഫ്റ്റിക്കകത്ത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിയത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും 17th ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ചെറിയ രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്ത്. സോ തൊട്ട് താഴെയുള്ള നമ്മളെ ഈ ഒരു ഏരിയ 47,741 നിയർലി അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയക്കകത്താണ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് 48,000 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ആ ഒരിക്കകത്ത് നിന്നാണ്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു 48,000 ഒരു സെൻറ്റിമെൻ്റൽ ഏരിയയാണ്. അത് 48,000 കവർ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു റാലിക്കുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിന് ആ ഒരു സംഭവത്തിൽ ആ രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. മാർക്കറ്റിനകത്ത് റിയാക്ട് ചെയ്യുന്നത് താഴേക്ക് വരുന്നു. താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് പോയിരിക്കുന്ന ഒരു പാറ്റേൺ നമുക്കറിയാം. ഇവിടെ താഴെ വന്നു, ഇവിടെ താഴെ സപ്പോർട്ട് എടുത്തു. ദെൻ മുകളിലേക്ക് കയറി 48 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. താഴേക്ക് വന്നു ഒരു നല്ലൊരു പുൾ ബാർ ക്യാൻഡിൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ദെൻ 48,000 ക്രോസ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്ത്. പിന്നീട് സപ്പോർട്ട് കിട്ടുന്നത് ഇവിടെയാണ്. കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് താഴത്തേക്ക് സപ്പോർട്ട് എടുക്കുന്നത്. സോ നമുക്ക് പക്ഷേ ഒരു എൻട്രിക്കുള്ള ചാൻസ് ഇവിടെ ഉണ്ടായിരുന്നു. മാർക്കറ്റിനകത്തുള്ള വോളിയും കാര്യങ്ങളും കൺസിഡർ ചെയ്ത് നമുക്കൊരു പ്രൈസ് ആക്ഷൻ സംഭവത്തിൽ നമുക്ക് ഇവിടെ ഒരു പർച്ചേസ് എൻട്രി ഒരു സിക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു പുൾ ബാർ ക്യാൻഡിനകത്ത് നല്ല ഒരു അടിപൊളി ഇതായിരുന്നു, സ്കോപ്പായിരുന്നു. ഒരു പർച്ചേസിനുള്ള പർച്ചേസ് ചെയ്യാനുള്ള നല്ലൊരു സ്കോപ്പായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ അതിന് ശേഷം നമ്മൾ ആ ഒരു മാർക്കറ്റിനകത്ത് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 48,000 കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കിട്ടുന്ന ഒരു ലെവലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് മാർക്ക് ചെയ്തിരുന്ന ഏരിയയാണ് 48,221. നമുക്ക് കാണാം, എക്സാക്റ്റ് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അന്നത്തെ ദിവസം മാർക്കറ്റ് എൻഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിന്നിരുന്ന ഏരിയയാണ് ഈ പറയുന്ന ഏരിയ 48,221 എന്ന് പറയുന്ന ഏരിയ. അതിനുശേഷം 18th ഉണ്ടായിരുന്ന സ്പെഷ്യൽ ട്രേഡിംഗ് സെക്ഷനകത്ത് നമുക്ക് കാണാം ഈ ഒരു ഏരിയക്കകത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 48,221 എന്ന് പറയുന്ന ഏരിയക്കകത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ കഴിയാതെ തന്നെയാണ് ആ ദിവസത്തെ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് ഇന്നും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ഏരിയക്കകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് നാളത്തെ മാർക്കറ്റിനകത്ത് ഇത് ഏത് ലെവൽസ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിഫ്റ്റിയുടെ കേസിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്കൊരു 3 രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഏത് രീതിയിലാണെന്നുള്ളത്. നാളത്തെ രീതിയിൽ ഒരു മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് രീതിയിൽ നമ്മൾ 48,221 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. 17th മുതൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. വിലകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഒരു 17th മുതൽ ഈ ഒരു ഏരിയക്കകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു ഏരിയയുടെ 48,221 എന്ന് പറയുന്ന
ഈ ഒരു ഏരിയയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 സംഭവങ്ങൾ ദിവസങ്ങൾ നമുക്ക് കാണാം. ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തതെങ്കിലും ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. സോ പ്രൈസ് സ്റ്റേബിൾ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വന്നു. താഴെയുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ ഇതിന് മുകളിലേക്കുള്ള ഒരു സംഭവം, ഒരു 48,221 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ഒരു 100 പോയിൻ്റൊക്കെ താഴേക്ക് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് പതുക്കെ താഴെ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന രീതിയിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം 48,470 വരെ പോകുന്ന നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഏരിയയാണ് 48,470 എന്ന് പറയുന്നത്. 48,470 വരെ പോകും. ഗ്യാപ്പ് അപ്പിനകത്ത് വന്നതിന് ശേഷം ഇവിടെ സപ്പോർട്ട് എടുത്ത് പോകുന്ന കേസിലാണെങ്കിൽ ആ ഒരു രീതിക്ക് അത് പോകും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല 48 അതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയും ഈ 48,221 ഹോൾഡ് ചെയ്യാൻ കഴിയാതെ താഴേക്ക് വരികയാണെങ്കിൽ തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് 48,000 ഫേസ് ചെയ്യുകയും 48,000 ഇതിനകത്ത് നിന്നുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. ഒരു കൺസോൾട്ടേഷൻ പാറ്റേണിലാണ് സാധനം പോകുന്നത്. അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ നാളത്തെ മാർക്കറ്റിലും പിന്നീട് വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് 48,221 എന്ന് പറയുന്ന ഏരിയക്കകത്ത് തന്നെ മാർക്കറ്റ് നിൽക്കുമെന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ മാർക്കറ്റിനെ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മളൊരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 13-ാം തീയതി മുതൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ലെവലിലേക്ക് മുകളിലേക്കുള്ള രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷേ അതിനകത്ത് ശേഷം മാർക്കറ്റ് ഒരു ഹയർ ലോ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടാണ് സാധനങ്ങൾ പോകുന്നത്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. സോ 2 തവണ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാവുന്നതാണ്. 2 തവണ സപ്പോർട്ട് എടുക്കുന്ന ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതൊരു ട്രെൻഡ് ലൈനായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 2 തവണ സപ്പോർട്ട് എടുക്കുന്ന ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാം. സോ ഇവിടെ നിന്ന് ഈ ഒരു സാധനം 48,000 എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, ഒരു സെൻറ്റിമെൻ്റൽ ഏരിയ എന്ന് നമ്മൾ പറയുന്ന ഒരു ഏരിയ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു സപ്പോർട്ടിനകത്ത് നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ആ ഒരു ലെവൽ വരെ വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ലെവലിനകത്തേക്ക് നമ്മളൊന്ന് ഒരു റീസൺ ഹൈ ലോ നമ്മളൊന്ന് ഫിബ് റിട്രേസ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു 1-2 ലെവൽസ് ഉണ്ട്. അതിനകത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റീസൺ ലോ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നിന്ന് നമ്മൾ ഹൈ വരെ ഇതുവരെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഈ 0.5 ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്കിതിനകത്തേക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഏരിയക്കകത്തേക്ക് നമുക്കൊരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഏരിയക്കകത്ത് വന്നിട്ട് ഒരു 0.5 ലെവൽ എന്ന് പറയുന്ന ഒരു ഏരിയ വരെ ഹോൾഡ് ചെയ്ത് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ്, കാരണം അതുവരെ ഒരു റിക്കവറി വരുന്ന രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന രീതിയിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് 0.5 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഈ ഒരു സംഭവം 48,000 എന്ന് പറയുന്ന സാധനം താഴേക്കാണ് വരുന്നതെങ്കിൽ 48,000 ഹോൾഡ് ചെയ്യേണ്ട താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരിക്കൽ കൂടി റീടെസ്റ്റ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യാം. സോ നാളത്തേക്കൊന്നും സംഭവിക്കുമെന്നുള്ള സംഭവം കരുതുന്നില്ല. കാരണം നിഫ്റ്റിക്കകത്തേക്ക് താഴേക്ക് വരത്തക്ക രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിനകത്തില്ല. എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസും പോസിറ്റീവായിട്ടാണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. US മാർക്കറ്റ് പോസിറ്റീവിലാണ്, US മാർക്കറ്റ് പോസിറ്റീവിലാണ്, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്, ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിലാണ്. അതിൽ നിഫ്റ്റി മാത്രമേ ലേശം നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അത് നമുക്ക് നാളത്തേക്ക് നമുക്ക് ഫൈനലായിട്ട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ചെയ്യുന്നില്ല. പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെ വ്യൂ തന്നെയാണുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു സംഭവം ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലെവൽ 48,221 എന്ന് പറയുന്ന ഒരു ചെറിയൊരു രീതിയിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു രീതിയിൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് താഴേക്കുള്ള സംഭവങ്ങൾ നമുക്ക് ആ സമയത്ത് ക്രിയേറ്റ് ആവുന്ന ഒരു പാറ്റേൺ നോക്കിയതിന് ശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷൻ ഏത് രീതിയിൽ ക്രിയേറ്റ് ആവുന്നു എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം നമുക്ക് എൻട്രീസിനും കാര്യങ്ങളും പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ആ ഒരു രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഇപ്പം റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ മുതൽ ഹൈ വരെ ഫിബ് റിട്രേസ്മെൻറ്റ് നമ്മളൊന്ന് ഫിബ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാവുന്ന 1-2 സംഭവങ്ങൾ നമുക്കിവിടെ ഇതിനകത്ത് നോക്കാം. റീസൺ ലോ മുതൽ റീസൺ ഹൈ വരെ നമ്മളൊരു ഫിബ് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇവിടെ കാണാം.
മാർക്കറ്റിനകത്ത് ഇപ്പം നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 22,429 ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് 22,591 മുകളിലുള്ളതെന്നുള്ളത്. പക്ഷേ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ലെവലിനകത്ത് നമുക്ക് നോക്കിക്കാണാം 22,521 എന്ന് പറയുന്ന ലെവൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ നമ്മളിവിടെ വരച്ചിരിക്കുന്ന 0.236 ആ ഒരു റേഞ്ചിനകത്ത് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 22,414 ഒരു സപ്പോർട്ട്, 22,411 ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നമുക്കൊരു ഏരിയ കാണുന്നതായിട്ട് കാണാം. തൊട്ട് താഴെ അതിന് താഴെ തന്നെ 22,342 മുൻപൊരു തവണ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. കാരണം തൊട്ട് മുകളിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് 22,342 ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക്. സോ നമുക്ക് അവിടെ ഒരു ഏരിയ ഡ്രോ ചെയ്യാം. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അത് 22,341 ഏരിയ. സോ ഒരു ബിയറിഷ് മൂഡിലേക്കാണ് നാളെ മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ സോ ഇതിൻ്റെ താഴത്തേക്ക് ഈ ഒരു 22,429 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് 22,341 വരെ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു ഏരിയ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ താഴേക്ക് വരികയാണെന്ന് വെച്ചാൽ 429 താഴേക്ക് വരികയാണെന്ന് വെച്ചാൽ 341 വരെ റിക്കവർ ആവുമെന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പക്ഷേ പേഴ്സണലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങോ കാര്യങ്ങളോ വന്നതിന് ശേഷം സാധാരണ മാർക്കറ്റ് മുകളിലേക്ക് റിക്കവറായി പോകുന്ന രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ കൂടി ആ ഒരു സംഭവം സപ്പോർട്ടാണ്. നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരുന്നു ഒന്ന് മുകളിൽ ഗ്യാപ്പ് അപ്പ് വന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്ന രീതിയിലായിരുന്നു നമ്മളൊരു എൻട്രി ലെവൽ പറഞ്ഞിരുന്നത്. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ കുറച്ച് നേരം ഇവിടുന്ന് വന്നൊരു കൺസോൾട്ടേഷൻ പോലെ വന്നത് ബാങ്ക് നിഫ്റ്റിക്കകത്തൊരു സപ്പോർട്ട് എടുക്കുന്നതുവരെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പോലെ വലിയ മൂവ്മെൻറ്റ്സ് ഇല്ലാണ്ട് പോയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് 22,591 എന്നുള്ള ടാർഗറ്റിനകത്തേക്ക് പോകുമെന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ ആയിട്ടുള്ള ഈ ഒരു ലെവൽ 22,527 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിലേക്ക് അതിന് മുകളിലേക്ക് ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നതിന് ശേഷം ഒരു ബിയറിഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലുള്ള 22,591 ടാർഗറ്റായിട്ട് ഒരു എൻട്രി എടുക്കുന്നതാണ് ഞാൻ. ആ രീതിയിലാണ് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസും കാര്യങ്ങളും വരുന്നത്. ബാക്കി സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാര്യം നമുക്ക് മാർക്കറ്റ് അവേഴ്സിൻ്റെ ശേഷം നമുക്ക് നോക്കാം.